रियलिटी ये है, क्योंकि सच्चाई देश के सामने है और ये जो लड़ाई है ये राजनीतिक नहीं है, ये कॉन्स्टिट्यूशन की लड़ाई है, कॉन्स्टिट्यूशन को बचाने की लड़ाई है, वन मैन वन वोट की लड़ाई है. इसीलिए നമസ്കാരം. ഈ കള്ളവോട്ട് എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, അത് കുറേ നാൾ മുമ്പ് തൊട്ടേ എല്ലാ ആൾക്കാരും ചെയ്യിക്കുന്ന ഒരു പരിപാടിയാണ്. അതിപ്പോൾ എല്ലാ പാർട്ടിക്കാരും ചെയ്യിപ്പിക്കും. BJP എന്നല്ല, കോൺഗ്രസ് എന്നല്ല, ഇപ്പം കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ UDF, LDF എല്ലാ പാർട്ടിക്കാരും ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഇനിയും ചെയ്യുകയും ചെയ്യും. ചെയ്ത് കഴിഞ്ഞു, ഇനിയും ചെയ്യുകയും ചെയ്യും. അത് ഉറപ്പാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇലക്ഷൻ വരുമെന്നുണ്ടെങ്കിൽ കള്ള വോട്ടും ഉറപ്പായിട്ടും ഉണ്ടാകും. പക്ഷെ ഇത്രയധികം കള്ള വോട്ടുകൾ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇത് വല്ലാത്ത കടന്ന കൈയായിപ്പോയി. ഇത്രയധികം കള്ള വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യം ഇപ്പം ഇല്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ജനാധിപത്യം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കോമാളികളെ പോലെ പോയി വോട്ട് ചെയ്യുക എന്നല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല ഇപ്പം നമ്മുടെ നാട്ടിലുള്ള പ്രോസസ്സ് നടക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്, നമ്മൾ കുത്തുന്നതിനനുസരിച്ചിരിക്കും രാജ്യത്തെ അധികാരം മാറി മാറി വരുന്നത് എന്ന്. പക്ഷെ അങ്ങനെ ഒന്നുമല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെയേ അല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കള്ളവോട്ട് ചെയ്യിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ പാർട്ടിയുടെയും ലോക്കലായിട്ടുള്ള പ്രവർത്തകരുണ്ടല്ലോ, ഈ ലോക്കലായിട്ടുള്ള പ്രവർത്തകരാണ് ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത്. കാരണം ലോക്കലായിട്ടുള്ള പ്രവർത്തകർക്കേ അറിയത്തുള്ളൂ ആരൊക്കെയുണ്ട്, ഒരു മണ്ഡലത്തിൽ ആരൊക്കെയുണ്ട്, ഒരു പ്രദേശത്ത് എത്ര പേര് മരണപ്പെട്ടു, എത്ര പേര് ജീവനോടെ ഉണ്ട്, ഇതൊക്കെ അറിയാവുന്നത് ഈ ലോക്കലായിട്ടുള്ള പ്രവർത്തകർക്കായിരിക്കും. അപ്പോൾ മുകളിലിരിക്കുന്ന ആൾക്കാർ നിർദ്ദേശം നൽകും, ലോക്കലായിട്ടുള്ള പ്രവർത്തകരായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് അവരാണ് ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത്. നമ്മൾ കൂളായിട്ട് പോയി വോട്ട് ചെയ്യും, പക്ഷെ അതിൻ്റെയൊക്കെ പുറകിൽ പലരെയും തിരികെ കയറ്റുന്നുണ്ടാകും. ഡബിൾ വോട്ടുകൾ മാത്രമല്ല, 3, 4, 5 വോട്ടുകൾ ചെയ്യുന്ന വ്യക്തികൾ വരെ ഉണ്ട്. പക്ഷെ നമുക്കതൊന്നും അറിയത്തില്ല. ഇതുപോലുള്ള രേഖകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇപ്പോഴേ തൃശ്ശൂരും അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. ആ വാർത്തയെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ രാജ്യതലസ്ഥാനത്ത് കള്ളവോട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ തലമുതിർന്ന എല്ലാ ആൾക്കാരും അവിടെ ഉണ്ട്. അവരെ എല്ലാവരെയും കൂടി പിടിച്ച് കൂട്ടിലാക്കി ഇപ്പോൾ പോലീസുകാർ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വീഡിയോയും കൂടി നമുക്കൊന്ന് കാണാം. ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഗൂഢാലോചന കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു കോൺസ്പിറസിയാണ് നടക്കുന്നത്. അത് ഭയങ്കര പ്രതിഷേധമാണ്. പ്രതിഷേധക്കാരുടെ ആവേശം കണ്ടു കഴിഞ്ഞ് നമ്മൾ വിചാരിക്കും ഇപ്പം എല്ലാം അങ്ങ് സെറ്റ് ആകുമെന്ന്. പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇത്തരം പ്രതിഷേധങ്ങൾ കാണുമ്പോൾ ഇപ്പം സത്യത്തിൽ ചിരിയാണ് വരുന്നത്. എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം നമുക്കറിയാം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത്. ഇവരും കണക്കാണ്. ഇപ്പം അധികാരത്തിലിരിക്കുന്നവർ മാറിയിട്ട് പുതിയ ആരെങ്കിലും അധികാരത്തിൽ വരുമ്പോൾ അവരും ഇതേ പരിപാടി തന്നെയാണ് കാണിക്കുന്നത്. സത്യത്തിൽ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഭവമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്കൊരിക്കലും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പൊളിറ്റിക്സ്. പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. പണ്ടൊക്കെ നല്ല നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ ഇനി വരാനിരിക്കുന്ന കാലത്ത് നല്ല നല്ല നേതാക്കന്മാരെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമല്ല. ചില നേതാക്കന്മാരുണ്ട്, അവർക്ക് വേണ്ട സാധനങ്ങൾ എടുക്കുകയും ചെയ്യും, ജനങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കുകയും ചെയ്യും. ചില നേതാക്കന്മാർ മുഴുവനായിട്ടും ജനങ്ങൾക്ക് കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. അത്തരം നേതാക്കന്മാരെ നമുക്ക് ഇനിയും കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഇനിയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അധികാരത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ മാത്രമേ നമുക്കിനി എല്ലാ പാർട്ടിയിലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. ശരിക്കും നമ്മൾ വിശ്വസിക്കേണ്ടത് ജനങ്ങളെയാണ്, ജനാധിപത്യത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മൾ വിശ്വസിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനിലെയാണ്. അതിനെ മാത്രമേ നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ നമ്മൾ എലക്ട് ചെയ്ത് വിടുന്ന ഈ റെപ്രസെൻറ്റേറ്റീവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഒന്നും നമുക്ക് തരാതിരിക്കാനാണ് നോക്കുന്നത്. എങ്ങനെയെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പവർ ഇല്ലാതെയാക്കണമെന്നാണ് ഓരോ റെപ്രസെൻറ്റേറ്റീവ്സും ആഗ്രഹിക്കുന്നത്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് പലതും നടക്കാത്തത്. മുഴുവനായിട്ടും അധികാരമുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. നമ്മൾ എലക്ട് ചെയ്ത് വിടുന്ന മന്ത്രിമാർക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ എഴുതി വെച്ചേക്കുന്ന ആ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ അവർക്കൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ തലപ്പത്ത് കയറിയിരിക്കുന്ന ഇനി തലപ്പത്ത് വരാനിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനെയായിരിക്കും? കോൺസ്റ്റിറ്റ്യൂഷനെ ആയിരിക്കും. നമ്മൾ സാധാരണക്കാർ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മുടെ അവകാശങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്.
നമ്മളുടെ അടുത്ത് വന്ന് പറയുന്നതെല്ലാം നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കും. അങ്ങനെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒന്നും തന്നെ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. സ്വയം മനസ്സിലാക്കുക, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് തിരിച്ചറിയുക, നമ്മുടെ റൈറ്റ് എന്താണെന്ന് തിരിച്ചറിയുക. നമ്മുടെ റൈറ്റ് എന്താണെന്നുള്ളത് ഈ നാട്ടിലുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യും. അതാണ് ഇപ്പം നടന്നു വരുന്നത്. ഇനി വരാനിരിക്കുന്ന ഒരു സമൂഹത്തിൽ റൈറ്റ് എന്താണെന്നുള്ളതും കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുള്ളതും നമ്മുടെ നിയമങ്ങളും ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയിട്ട് ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ തലപ്പത്തിരിക്കുന്നവരൊക്കെ തന്നെ നമ്മളെ ചൂഷണം ചെയ്യും. അവസാനം ജനാധിപത്യത്തിൽ നിന്ന് സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരും. പണ്ടത്തെ രാജഭരണത്തിന്റെ കൂട്ടൊക്കെ നമ്മുടെ രാജ്യമായി പോകും. ഇപ്പൊ തന്നെ മതങ്ങൾ പറഞ്ഞ് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ കുറെ നാളുകളായിട്ട് മതങ്ങളുടെ പേരിലുള്ള പ്രശ്നങ്ങൾ കൂടി വരുന്നത്. ഈ മതങ്ങളുടെ പേരിലുള്ള പ്രശ്നങ്ങൾ കൂട്ടി കൊണ്ടുവരുന്നത് ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സാണ്. കാരണം എങ്കിൽ മാത്രമേ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തൊരു പരിപാടിയാണ്. അതേ പരിപാടിയാണ് ഇപ്പം മിക്ക പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ലീഡേഴ്സും കാണിക്കുന്നത്. ഒരു പാർട്ടിയെ മാത്രം ഞാൻ എടുത്തു പറയുന്നില്ല, കാരണം എല്ലാ പാർട്ടിക്കാരും കണക്കാണ്, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ളവരും കണക്കാണ്. അതാണ് സത്യം. ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇന്നിപ്പോൾ ഈ കാര്യം പുറത്തു കൊണ്ടുവന്ന വ്യക്തിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത് പുറത്തു കൊണ്ടുവന്നേക്കുന്നത്. എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ രക്ഷിക്കാനാണെന്നൊക്കെ പറയും, എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയും. പക്ഷേ അൾട്ടിമേറ്റ്ലി പുള്ളിയുടെ ഉദ്ദേശവും അധികാരത്തിലേക്ക് കയറുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് അധികാരം മാത്രമാണ്. അപ്പോൾ അധികാരത്തിന് വേണ്ടിയിട്ട് അവർ പലതും പറയും, നമ്മളുടെ മുമ്പിൽ പല രീതിയിലും അഭിനയിക്കും. പക്ഷെ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ജനങ്ങളും നമ്മുടെ റൈറ്റ് എന്താണ്, നമ്മുടെ നിയമങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ മതങ്ങളുടെ പേരിലുണ്ടാകുന്ന വഴക്കുകൾ അത് മാക്സിമം നമ്മൾ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? മതങ്ങളുടെ പേരിലുള്ള അടി, വഴക്ക്, മതം പറഞ്ഞ് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നോക്കും. നമ്മളെല്ലാവരും പല ചേരിയിൽ നിന്നെങ്കിൽ മാത്രമേ ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നവർക്കായിക്കോട്ടെ അവർക്ക് നല്ല രീതിയിൽ ഈ രാജ്യത്തെ കീഴ്പ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പല ചേരിയിൽ നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ട് ഇപ്പം ഈ ബജരംഗതകളിലൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണം. ഇതെല്ലാം രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയിട്ട് ചെയ്യുന്നതാണ്. കാരണം അവിടെ ക്രിസ്ത്യൻസിന് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ വേറെ പല സ്ഥലങ്ങളിൽ ഇപ്പം ക്രിസ്ത്യൻസും ഹിന്ദുക്കളും ഒന്നിച്ച് ജീവിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാകും. അപ്പം ഈ പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ എല്ലാ റൂട്ട് കോസ് രാഷ്ട്രീയക്കാരാണ്. ഈ തിരിച്ചറിവ് ഉണ്ടാകുക, കണ്ണടച്ച് നമ്മുടെ മുമ്പിൽ കാണുന്നതിനെ ഒന്നും വിശ്വസിക്കാതിരിക്കുക, നമ്മൾ ശ്രദ്ധിക്കുക, ചിന്തിക്കുക. എന്തുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലായിട്ട് മതത്തിൻ്റെ പേരിൽ അടിയുണ്ടാകുന്നത്? മുസ്ലിങ്ങളെ തള്ളിപ്പറയുന്നു, ഹിന്ദുക്കളെ തള്ളിപ്പറയുന്നു, ക്രിസ്ത്യാനികളെ തള്ളിപ്പറയുന്നു. ഓരോ സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല. അതൊക്കെ കുറഞ്ഞു വരാനുള്ള കാരണം രാഷ്ട്രീയക്കാരാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നമുക്ക് പറയാൻ പറ്റും കോൺഗ്രസ് നല്ലതാണ്, അല്ലെങ്കിൽ BJP ആണോ നല്ലത്, കോൺഗ്രസ് ആണോ നല്ലത്, ഒന്നും പറയാൻ പറ്റത്തില്ല. രണ്ടും കണക്കാണെന്ന് ഞാൻ പറയും. ഇപ്പം നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിലുള്ളവരും എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സും കണക്കാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അവർക്കൊക്കെ അധികാരം മതി, അതിന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരെ കുറച്ച് വാർത്ത വരുന്നുണ്ട്. തൃശ്ശൂർ ഒരു വീട്ടിൽ ഒരു റൂമാണ്, ഒരു ഫ്ലാറ്റ് മുറിയാണ്. ആ ഫ്ലാറ്റ് മുറിയിൽ 9 പേരാണ് വോട്ട് ചെയ്തതെന്ന്. ഈ 9 പേര് അവിടെ ഉണ്ടായിരുന്നത് പോലും അല്ല എന്ന് അവിടുത്തെ വീട്ടമ്മ പറയുന്നു. ഇലക്ഷൻ നടന്ന സമയത്ത് വീട്ടമ്മ പരാതി നൽകിയിരുന്നു, പക്ഷെ പരാതിയിന്മേൽ ഒരു രീതിയിലുള്ള നടപടിയും ഉണ്ടായില്ലെന്നാണ് ആ വീട്ടമ്മ പറയുന്നത്. ഇപ്പം മാധ്യമങ്ങൾ വന്നപ്പോൾ അവർ തുറന്നു പറയാൻ തയ്യാറായി. ഇങ്ങനെ നമ്മൾ പോലും അറിയാതെ നമുക്കൊക്കെ ബന്ധുക്കളൊക്കെ കാണും. നമ്മുടെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് ബന്ധുക്കളെയൊക്കെ ആൾക്കാർ ആഡ് ചെയ്ത് തരുന്ന ഒരു സമൂഹമാണ്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് ഈ രാജ്യത്തുള്ള പൗരൻ എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണ്? ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. വളരെയധികം ചിന്തിച്ച് ശ്രദ്ധിച്ച് കൺമുന്നിൽ നടക്കുന്നതൊന്നും സത്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം പ്രവർത്തിക്കുക. എങ്കിൽ മാത്രമേ നമുക്കൊക്കെ രക്ഷയുള്ളൂ.